സംസാരിച്ചത് മതി, നീ പോവാൻ നോക്ക്. ഇനി എങ്ങനെ അമ്മ വന്ന് കണ്ട പിന്നെ അത് മതി. കുറച്ചു നേരം കൂടെ കഴിഞ്ഞായിരുന്നെങ്കിൽ ഇന്ന് എല്ലാവർക്കും ആവശ്യത്തിന് കിട്ടിയേനെ. എങ്ങനെയോ കഷ്ടപ്പെട്ട് ഒഴിവാക്കി വിട്ടു. എന്ത് ചെയ്യാനാണ് റൗഡി കൊച്ചെ? നിനക്കും ചേട്ടനും ഡെയിലി ഓഫീസിൽ കാണാൻ പറ്റുന്ന പോലെ ഞങ്ങൾക്ക് ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ റിസ്ക് എടുക്കേണ്ട യാതൊരു ആവശ്യം ഉണ്ടാവില്ലായിരുന്നു. നാളെ വല്യമ്മയുടെ വീട്ടിലേക്ക് പോകാനുള്ളതാ. എല്ലാരും കിടന്നൊന്ന് ഉറങ്ങിക്കേ. വല്യമ്മയുടെ വീടെന്ന് വെച്ചാ അമ്മായിമ്മയുടെ ചേട്ടത്തിയല്ലേ? ആ, അത് സാരമില്ല. നിങ്ങളെക്കാൾ കൂടുതൽ ഇൻഫർമേഷൻ തരുന്നത് നിങ്ങളുടെ അമ്മയാ. താങ്ക് യു അമ്മേ. നാളെ ഞാനും അങ്ങോട്ട് വരാം. അയ്യോ നോക്ക് ചേച്ചി, അമ്മ വന്ന അടി ഉറപ്പാ. ഏയ്, ചേട്ടന്റെ മുമ്പിൽ തന്നെ ചേച്ചിനെ വിളിച്ചോണ്ടോ നിനക്ക് ധൈര്യമുണ്ടോ? നീ ഒന്ന് പോയേ, ഞങ്ങൾക്ക് ഇനിയും സംസാരിക്കാനുണ്ട്. അത് കഴിഞ്ഞ് അവള് വരും. വിക്കി, ആ ശരി, പോക്കോളാം. സൂക്ഷിച്ചിറങ്ങണേ. ചേച്ചി, ഭയങ്കരമായിട്ട് ബോറടിക്കുക എനിക്ക്. മൊബൈൽ ഒന്ന് തരോ ഗെയിം കളിക്കാനായിട്ട്? ഇവള് ഫോൺ വെച്ച് കളിക്കുന്ന സമയത്ത് വിക്കി എങ്ങാനും മെസ്സേജ് ചെയ്യോ ഫോൺ ചെയ്യോ ചെയ്താലോ? ചേച്ചി, എന്താണ് ഈ ആലോചിച്ചിരിക്കുന്നേ? നിന്നോടാ ചോദിച്ചത്. ആ മൊബൈൽ ഒന്ന് തരോ? അഞ്ജു, ഞാൻ ഫോൺ ചാർജിലിടാൻ മറന്നുപോയി. ഇപ്പൊ വേണ്ട മോളെ. അയ്യോ ചേച്ചി, ഞാൻ ചാർജ് ചെയ്യാൻ വേണ്ടിട്ട് ഇട്ടായിരുന്നല്ലോ. ശരി, പാട്ടെങ്കിലും കേൾക്കാനൊന്ന് താ ചേച്ചി. ഇയർഫോൺ എടുത്തിട്ടില്ല അഞ്ജു. ഉച്ചത്തിൽ പാട്ട് വെച്ച് വെറുതെ എല്ലാവർക്കും ഡിസ്റ്റർബൻസ് ആവില്ലേ? അമ്മേ, ഇത് കണ്ടോ അമ്മേ? എന്തോ നടി കൊച്ചു പിള്ളാരെ പോലെ അമ്മേന്ന് പറഞ്ഞു വിളിക്കുന്നത്. അമ്മ ചേച്ചി എപ്പോഴും എന്തോ ഒരു കാര്യം പറയല്ലോ. അതെന്താ? ആ, പൈറസി. അവള് വലിയ പെണ്ണല്ലേ, അതവക്ക് വേണം. അമ്മേ, അത് പൈറസി അല്ലമ്മേ, പ്രൈവസി. അതെന്തോ ആയിക്കോട്ടെ, അത് അവൾക്ക് ഇപ്പൊ ആവശ്യമുള്ള കാര്യമാണ്. ഒന്ന് ചുമ്മാ ഇരിക്കും, ചേച്ചിയുടെ മെക്കിട്ട് കയറാതെ. ഈ അതിഥിക്ക് ലവ് എന്ന് സേവ് ചെയ്യണമായിരുന്നോ? ചേച്ചി, ലവ് എന്നാൽ ചേട്ടനെന്നല്ലേ? എങ്കിതാ ഞാൻ സംസാരിക്കാം. വേണ്ട, ഞാൻ സംസാരിച്ചോളാം. താ ചേച്ചി, താ. അതിങ്ങ് താ ചേച്ചി. നിനക്ക് എന്തുവഴി ഇത്ര കാര്യമായിട്ട് സംസാരിക്കാനുള്ളത്? അത് കമ്പ്യൂട്ടർ വേണമെന്ന് പറയാൻ വേണ്ടിട്ടായിരുന്നു. അയ്യോ എന്റെ കുഞ്ഞെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചേട്ടനോട് ചോദിക്കാൻ പാടില്ല. ദേ ഒരു കാര്യം, കല്യാണം കഴിഞ്ഞതിന് ശേഷവും അവനോട് തമാശയ്ക്ക് പോലും ഒരു കാര്യം ആവശ്യപ്പെടാൻ പാടില്ല. മനസ്സിലായോ നിനക്ക്? എന്താടി ഇങ്ങനെ നോക്കുന്നത്? ഞാൻ പറഞ്ഞ മനസ്സിലായോ? മനസ്സിലായി. ഒരു കാര്യമില്ലാത്ത ചേച്ചിയും ഉപകാരമില്ലാത്ത ചേട്ടനും. മാറടി, നീ എന്തിനാ എപ്പോഴും എന്റെ പിന്നാലെ ഇങ്ങനെ വരുന്നേ? നിനക്ക് നാണമില്ലേ എന്റെ പിന്നാലെ ഇങ്ങനെ വായി നോക്കി നടക്കാൻ? ബ്ലഡി നോൺസെൻസ്. മാറും. ഇവനെന്താ മോഹൻലാലാണോ? പോകുന്ന വഴിക്കെല്ലാം പോയി സെൽഫി എടുക്കാൻ. ഈ നാശ എപ്പോ നോക്കിയാലും എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. എങ്ങനെയെങ്കിലും ഇതിനെ ഇവിടുന്ന് ഒഴിപ്പിക്കാൻ എന്തെങ്കിലും ഒരു പ്ലാൻ ചെയ്തേ പറ്റൂ. ചെയർ എന്നാൽ ഇതാ, എന്തൊരു കുഷ്യൻ, എന്തൊരു കംഫർട്ട്. ഈ ബോസ് സ്വന്തമായിട്ട് നല്ല ചെയർ വാങ്ങിയിട്ട് ഞങ്ങൾക്കെല്ലാം ലോക്കൽ ചെയറാ വാങ്ങി തന്നേക്കുന്നേ. ബോസ്, നിങ്ങൾ വന്നോ? നിങ്ങളുടെ ചെയറിന്റെ മുകളിൽ പൊടി ഉണ്ടായിരുന്നു, അത് തുടക്കായിരുന്നു. ഞാൻ എന്തെങ്കിലും നിന്നോട് ചോദിച്ചോ?
വീണ്ടും ഞാൻ തന്നെ എനിക്ക് കുഴി തോണ്ടിയാനെ. എന്റെ ബോസ് ഒരു പൊട്ടനാണ്. ഞാനാണ് ഓവർ എസ്റ്റിമേറ്റ് ചെയ്തത്. ഇന്നത്തെ പ്ലാൻസ് എന്തൊക്കെയാ? സിറ്റിക്കകത്ത് 40 കിലോമീറ്റർ ദൂരത്ത് സൈറ്റ് നോക്കാൻ പോണം ബോസ്. ആദ്യ ഓർഗാനിക് ഫാക്ടറി കൺസ്ട്രക്ഷൻ പകുതിയായി. ഒരു തവണ അവിടെ വരെ പോയി അതും കൂടി ഒന്ന് നോക്കിയിട്ട് വരണം. ഓക്കെ ഡൺ, നമുക്ക് പോവാം. എടോ പിയെ, ആ മൂല്യം ഇങ്ങോട്ട് വിളിക്കേ. യെസ് ബോസ്. ബോസ്, മേഡം വന്നു. എടോ പിയെ, ഇവള് നിനക്ക് മാത്രമാണ് മാഡം, എനിക്കങ്ങനെയല്ല. ഇനി മേലെ ഇങ്ങനെ എന്നോട് പറഞ്ഞേക്കരുത്. വിളിച്ച കാര്യം എന്താണെന്ന് പറയൂ ബോസ്. പുതിയ സൈറ്റ് നോക്കാൻ പോവാണ്. കാറിലാണ് പോകുന്നത്. നീയും വന്നേക്ക്. വരാം, അതിനിപ്പോ എന്താ. ദാറ്റ്സ് ഗുഡ്. എന്നാ പോവാം. മേഡം, പോകാൻ പോകുന്നത് സിറ്റിയിൽ നിന്ന് 40 കിലോമീറ്റർ ദൂരത്താ. അവിടെ ഒരു ബസ്സും വരില്ല. തിരിച്ചെങ്ങനെ വരും? ബോസ്, നിങ്ങൾ ഓഫീസിൽ പറയുന്നത് കേട്ടപ്പോ അമൂല്യ മേഡത്തിനെ ബോസിന്റെ കാറിൽ തന്നെ കൊണ്ടുവരുമെന്നാ കരുതിയത്. എന്നാ കോറിഡോറിന്റെ അവിടെ വരെ വന്നിട്ട് അവരോട് നിന്റെ പൊട്ട വണ്ടിയിൽ വരാൻ പറഞ്ഞല്ലോ ബോസ്. പാവോ അമൂല്യ മേഡം. ആ പൊട്ട വണ്ടിയിൽ ഇവിടെ എത്താൻ എത്ര നേരം ആവുമോ എന്തോ. അതുകൊണ്ടാണോ ഞാൻ മുൻപേ പറഞ്ഞേ പെണ്ണുങ്ങളെ ജോലിക്ക് എടുക്കാൻ പറ്റില്ലെന്ന്. ജോലി എന്ന് പറഞ്ഞാൽ അതെന്തായാലും ചെയ്തിരിക്കണം. ഇല്ലെങ്കിൽ പണി നിർത്തി വീട്ടിലേക്ക് പോണം. നിനക്കവളോട് വല്ലാതെ സിമ്പതി ഉണ്ടല്ലേ? അപ്പൊ ഒരു കാര്യം ചെയ്യേ, തിരിച്ചു പോകുമ്പോ അവള് കൊണ്ടുവരുന്ന ആ ആക്രി വണ്ടിയില്ലേ, അതിൽ നീയും പൊക്കോ. സിംഹം സമാധാനമായിട്ട് അതിന്റെ വീട്ടിലേക്ക് പോകുമ്പോ അതിന്റെ വാലെ പിടിച്ച് ചൊറിയേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? താനെന്താടോ ഈ ആലോചിക്കുന്നേ? ഇല്ല ബോസ്, എങ്ങനെ വന്നോ അങ്ങനെ തന്നെ പോകാം. വാ നടക്ക്. ഈ ബിൽഡിംഗ് മുഴുവനും തേടി, പക്ഷെ ദൈവം ദാ ഇവിടെ കിടന്നുറങ്ങുന്നു. ഇയാളാണോ ഇവിടെ സെക്യൂരിറ്റി? യൂണിഫോം കണ്ടിട്ട് അതെ, പക്ഷെ ചെയ്യുന്ന പണി കണ്ടിട്ട് അല്ല. പോയി വിളിക്ക്. ചേട്ടാ, ചേട്ടോ. Attention! Vande Mataram! Jai Hind, Jai Bharat, Jai Kisan! Piche mood, boy mood! Attention! പേടിച്ച് സൈഡിൽ വന്നത് നന്നായി. ഇല്ലായിരുന്നെങ്കിൽ ഇവൻ സല്യൂട്ട് അടിക്കുന്ന റേഞ്ചില്. എന്താടോ, സാലറി കൊടുക്കുന്നല്ലേ? ഇങ്ങനെയുള്ള ആൾക്കാരെയാണോ ജോലിക്ക് എടുക്കുന്നത്? സാലറി കൊടുക്കുന്നോണ്ടാണ് ബോസ് ഈ റേഞ്ചിൽ ടൈറ്റ് ആയിരിക്കുന്നത്. ആദ്യം സെക്യൂരിറ്റി ഏജൻസിക്ക് റിപ്പോർട്ട് ചെയ്യേ. റെഗുലർ വിജിലൻസ് റിപ്പോർട്ട് തരാൻ പറയൂ. ദൈവമേ, മതി, കൈ താഴ്ത്ത്. Jai Hind, sir! ബോസ്, പറയൂ എന്താ ചെയ്യേണ്ടത്. വീട്ടിലേക്ക് തിരിച്ചു പൊക്കോ. തിരിച്ചു പോകണമെന്നോ? എന്റെ വിസിറ്റ് കഴിഞ്ഞു. നീ ലേറ്റ് ആയി വന്ന ഞാൻ എന്ത് ചെയ്യാനാ? അങ്ങനെയായിരുന്നെങ്കിൽ എന്നെ കൂടെ കാറിൽ വിളിച്ചോണ്ട് വരണായിരുന്നു. എനിക്കിടയ്ക്കിടയ്ക്ക് കാറ് വാഷ് ചെയ്യാൻ ടൈമില്ല. സെക്യൂരിറ്റി, Attention! Vande Mataram, Jai Hind, Jai Kisan! Piche mood, boy mood! Attention! ഇവിടെയൊക്കെ ക്ലീൻ ചെയ്യിപ്പിക്കണം. Yes, sir! ഇന്നലെ തന്നെ ചെയ്യാം, sir! എടോ,
ഇന്നലെ ചെയ്യാൻ താനെന്താ ടൈം ട്രാവൽ ആണോ ചെയ്യുന്നേ? നാളെ ചെയ്യിപ്പിക്കാമെന്ന് പറ. നാളെയോ മറ്റന്നാളോ ചെയ്താ പോരെ സാർ? ഏയ്, പറയുന്ന കാര്യത്തിന് മാത്രം എന്ന് പറയാൻ ആദ്യം പഠിക്ക്. എടോ സുമേഷേ, അയാളെ ക്ലീൻ ചെയ്യിപ്പിക്കാമെന്ന് പറഞ്ഞല്ലോ, അതന്നെ വലിയ കാര്യമാണ്. ശരി, താൻ പോകാൻ നോക്ക്. Yes, sir. നിന്റെ തല. സെക്യൂരിറ്റി ഏജൻസിയോട് പറഞ്ഞ് ജോലിയിൽ നിന്ന് പറഞ്ഞയക്കട്ടെ ബോസെ? വേണ്ട, അയാളൊരു പാവാന്ന് തോന്നുന്നു. ജോലിയിൽ നിന്ന് പറഞ്ഞയക്കേണ്ട ആൾക്കാർ വേറെയാണ്. നടക്ക്, ജോലിയെല്ലാം കഴിഞ്ഞു. ഹലോ, സെക്യൂരിറ്റിയെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണോ എന്നെ ഇവിടെ വരെ വിളിച്ചു വരുത്തിയത്? അല്ല, ഈ ബിൽഡിങ്ങിന് ഇനാഗുറേഷൻ നടത്തണമായിരുന്നു. അതിന് നിന്നെ നാടൻ മുറിക്കാൻ വിളിച്ചതാ ഞാൻ. ഓ, കൗണ്ടർ. ശരി, ആയിക്കോട്ടെ. ഒരു സൈറ്റ് നോക്കാൻ 3 മാൻ പവർ. ഒരാളുടെ 3 മണിക്കൂർ കൂട്ടിയ 12 മണിക്കൂർ വേസ്റ്റ് ആക്കിയെന്ന് സിദ്ധാർത്ഥ ഏട്ടനെ മെയിൽ ചെയ്യാം. നിന്റെ ഈ ഓവർ ആക്ടിങ്ങിന് ഒരു മാറ്റവും ഇല്ലല്ലേ? വാടോ. എന്നെ ഓടിക്കാൻ വേണ്ടിയിട്ടല്ലേ നിന്റെ ഈ ഡ്രാമയൊക്കെ? ഇങ്ങനത്തെ ചീപ്പ് ആക്ടിങ്ങിനൊന്നും ഞാൻ തലതാത്തി കൊടുക്കില്ല. ഞാൻ എന്റെ വീട്ടുകാർക്ക് വേണ്ടിയാ ജോലി ചെയ്യുന്നത്. പ്രളയം വന്നാലും ഇനി എന്റെ തല പോയാലും ഞാൻ ഈ ജോലി വിടില്ല. താനെന്താണോ അവിടെ നോക്കി നിൽക്കുന്നേ? കാറിന്റെ കേങ്ങുതാ. അതെന്തോ ഗതികേടാണത്ര. അവനവൻ ചെയ്യുന്ന കാര്യങ്ങൾ അവനവന് തന്നെ തിരികെ കിട്ടുമെന്ന്. എന്റെ ബോസിനത് അപ്ലൈ ആവില്ലേ? അല്ല, തനിക്ക് അവളുടെ കൂടെ ഇനി ആ ആക്രി വണ്ടിയിൽ പോണെന്നാണോ? എനിക്കൊരു പ്രശ്നവുമില്ല. അയ്യോ, ഇല്ല ബോസേ. എന്നാ കാറിന്റെ കേങ്ങുതാടോ. കീ എവിടെ പോയി? സുമേഷേ, നീ പറഞ്ഞ ഗതികേടില്ലേ, അത് ഇത്ര പെട്ടെന്ന് വരുമെന്ന് കരുതിയില്ല. ആക്ച്വലി ഇത് നിന്റെ ഗതികേടാ. ആ ഭഗവാന് പോലും നിന്നെ രക്ഷിക്കാൻ പറ്റില്ല. എന്താടോ താൻ എന്താ ഈ കാണിക്കുന്നേ? കീങ്ങുതാ. ബോസേ, അതാ അർജൻസിയില് കീ കാറിനുള്ളിൽ തന്നെ വെച്ച് മറന്നുപോയി. എന്നിട്ട് ഡോർ അറിയാതെ അടച്ചു. ഓട്ടോ ലോക്ക് ആയി പോയി. താനെന്താടോ പൊട്ടനാണോ? കുറച്ചെങ്കിലും റെസ്പോൺസിബിലിറ്റി ഇല്ലേ തനിക്ക്? ഫോണില് നെറ്റ്വർക്ക് കൂടെ ഇല്ല. സിറ്റിന്ന് ഒരു വണ്ടി കൂടെ ഇങ്ങോട്ടേക്ക് വരില്ല. അടുത്തെങ്ങാനും ഒരു ബസ് സ്റ്റോപ്പ് പോലും ഇല്ല. ഒരു ബസ്സും ഇങ്ങോട്ടേക്ക് വരില്ല. അത് ഞാൻ അറിഞ്ഞിരുന്നില്ല ബോസേ. ഇത് പറയാൻ മാത്രമേ എപ്പോഴും തനിക്ക് അറിയുള്ളൂ. Any problem? അയ്യോ, സാരില്ല, എന്നോട് പറയൂ ബോസ്. എന്തെങ്കിലും പ്രോബ്ലം ആണോ? പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് നീ അന്വേഷിക്കേണ്ട കാര്യമില്ല. നീ വന്ന കാര്യം കഴിഞ്ഞില്ലേ? ഗെറ്റ് ഔട്ട്. കാറിന്റെ അകത്ത് വെച്ച് കീ മറന്നപ്പോ ഹെൽപ്പ് ചെയ്യാന്ന് കരുതിയതിന് അഹങ്കാരം കാണിക്കുന്നു. ഇഞ്ചി കടിച്ച കൊരങ്ങൻ. അനുഭവിക്കും. ഇതെന്തിനോട് കയ്യും തൊഴുതിങ്ങനെ നിൽക്കുന്നേ?
മേഡം നിങ്ങൾ ഇപ്പൊ കണ്ട 4 കൈയുള്ള സാക്ഷാൽ ദേവിയെ പോലെയാ തോന്നുന്നത്. അതുകൂടാതെ മേഡം ഇരിക്കുന്ന ഈ വാഹനം കണ്ടാൽ ദുർഗാദേവിയുടെ വാഹനം പോലെ തോന്നുന്നു. ഇത് കുറച്ച് കൂടിപ്പോയില്ലേ മോനെ? ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഇപ്പോ ഇത് കുറഞ്ഞു പോയി മേഡം. അർജന്റ് മീറ്റിംഗ് ഉണ്ടേ, അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ വലിയ പ്രോബ്ലം ആകും മേഡം. അതുകൊണ്ട് ഡ്രോപ്പ് ചെയ്താൽ നന്നായിരുന്നു. ശരി, നിങ്ങൾ വന്ന് കേറ്. ഡ്രോപ്പ് ചെയ്യേണ്ടത് എന്നെയല്ല മേഡം, ബോസിനെയാ. ബോസ് ബോസ് ബോസ്, നിങ്ങൾ അവരുടെ കൂടെ പൊക്കോ. ഞാൻ മെക്കാനിക്കിനെ വിളിച്ചു വരുത്തി പെട്ടെന്ന് ലോക്ക് ഉറപ്പിച്ച് നിങ്ങളുടെ പുറകെ വരാം. താൻ എന്തൊക്കെയാണ് ഈ പറയുന്നേ? ഞാൻ ആ ആക്രി വണ്ടിയില്, അതും അവളുടെ കൂടെ? ചാൻസേ ഇല്ല. നോ വേ. എടാ സുമേഷേ, വാടോ ഇവിടെ. നിങ്ങളുടെ ബോസിന് ഈ ജന്മത്തിലൊന്നും ഹെഡ് വെയിറ്റ് കുറയാൻ പോകുന്നില്ല. അങ്ങനെ ഒരാൾക്ക് വേണ്ടി നിങ്ങൾ എന്തിനാ വെറുതെ ടെൻഷൻ ആവുന്നേ? വിട്ടേക്ക്, അയാൾ എങ്ങനെയെങ്കിലും പൊക്കോളും. അയ്യോ, ഓ നിങ്ങളൊന്ന് നിക്ക് മേഡം. ബോസ്, മീറ്റിംഗ് എത്ര ഇമ്പോർട്ടന്റ് ആണെന്ന് നിങ്ങൾക്കും അറിയാം. അവസ്ഥ വളരെ ഗതികേടാണ്. കിട്ടിയത് പഞ്ചാമൃതം. പ്ലീസ് മേഡത്തിന് കൂടെ പോകൂ ബോസ്. എന്നെ ഇങ്ങനെ ഉപദേശിക്കുന്ന തനിക്ക് കാറിന്റെ ഉള്ളിൽ കീ വെച്ച് ലോക്ക് ചെയ്യാൻ പാടില്ലെന്ന് അറിയില്ലടോ. ഞാനൊരു പെണ്ണിന്റെ കൂടെ പോണല്ലേ, അതും ബൈക്കില്? നോ വേ. അയ്യോ ബോസേ, നടന്നത് നടന്നു. നിങ്ങളുടെ ജോലി നടക്കണം, അതാണ് ഇമ്പോർട്ടന്റ്. അവരും നമ്മുടെ കമ്പനി എംപ്ലോയി അല്ലേ ബോസേ? മീറ്റിംഗ് മിസ്സാവും ബോസ്. പ്ലീസ് ബോസ്. ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുപോലെ ആർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടില്ല. ലേറ്റ് ആവുന്നു സുമേഷേ. ബോസ്, ദയവ് ചെയ്ത് വലിയ മനസ്സ് കാണിക്ക്. കാര്യം കാണാൻ കഴുതക്കാലം പിടിക്കണമെന്നല്ലേ? അതോർത്ത് അവരുടെ കൂടെ അങ്ങ് പോയേക്ക്. തന്നെയൊക്കെ കൂടെ കൊണ്ടു നടക്കുന്ന എന്നെ വേണം പറയാൻ. ഇങ്ങനൊരു ഗതികേട് വരുന്ന ഞാൻ സ്വപ്നത്ത് പോലും വിചാരിച്ചില്ല. What the hell, man? ശരി, അവളോട് പിന്നിലേക്ക് ഇരിക്കാൻ പറ, ഞാൻ ഓടിച്ചോളാം. എന്റെ ഞാൻ ഇറങ്ങി പുറകിലിരിക്കാനോ? അത് നിന്റെ കൂടെ എന്റെ ഈ വണ്ടിയില്? ഇമ്പോസിബിൾ, അത് നടക്കില്ല. നീ എങ്ങോട്ടാ? പുറത്തേക്ക് പോവാണോ? യെസ് മദർ ഇന്ത്യ, വെല്ലുമിയുടെ വീട്ടിലേക്ക്. ആദ്യയുടെ വീട്ടിലേക്കോ? ശാരികയെ കാണാനാണോ? അല്ല, പ്രഗ്നന്റ് ആയ എന്റെ അനിയത്തിയെ കാണാൻ വേണ്ടിട്ടാ. ആദ്യം കാണാനാണോ? എന്നാ പിന്നെ ഞാനും കൂടെ വരാം. നീ എനിക്ക് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യ്. ആരതിയെ കാണാനാണ് പോകുന്നതെന്ന് അമ്മയ്ക്ക് ഡൗട്ട് തോന്നില്ലേ? അതെങ്ങനെ ഡൗട്ട് വരാനാ? എന്റെ അനിയത്തിയുടെ വീടല്ലേ. നീ എന്താ ഇങ്ങനെ ആലോചിച്ചോണ്ട് നിൽക്കുന്നേ? ഒന്നുമില്ല, ഞാനിവിടെ നേരെ വീട്ടിലേക്കല്ല പോകുന്നത്. വേറൊരു കാര്യമുണ്ട്, പിന്നെ വേറൊരു സ്ഥലത്ത് പോകണം. അതിനെ കുറിച്ച് ആലോചിക്കുമായിരുന്നു. അത് സാരമില്ല മോനെ, നീ നിന്റെ വഴിക്ക് പോയിക്കോ. ഞാൻ ഓഫീസിൽ നിന്ന് കാറ് വരുത്തിക്കോളാം, അല്ലെങ്കിൽ ക്യാബ് വിളിച്ചോളാം. ഓക്കെ, പക്ഷേ പോകുന്ന വഴിക്ക് അത് വാങ്ങണം ഇത് വാങ്ങണം എന്നൊന്നും പറയാൻ നിൽക്കരുത്. ഇവിടുന്ന് നോൺ സ്റ്റോപ്പ് വെല്ലുമിയുടെ വീട്ടിലേക്ക്. ഓക്കെ? നിനക്ക് നിന്റെ അനിയത്തിയോട് ഒരുപാട് സ്നേഹമുണ്ട്. പക്ഷെ നീ നിന്റെ ചേട്ടനെ പോലെ ഒന്നും പുറത്ത് കാണിക്കില്ല. അതെ അതെ, സ്നേഹമാണ്, സ്നേഹം മാത്രം. ശരി, ഞാൻ ദേ വരുന്നു.